ഹലോ മക്കളെ, സ്റ്റഡി ടൈമിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ 3ാം ക്ലാസ്സിലെ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്നത് മാത്സിൽ ചാപ്റ്റർ 2 2ാം ഭാഗമാണ് കേട്ടോ. ആരോഗ്യ സർവേ, അതായത് ഹെൽത്ത് സർവേ. എ ഹെൽത്ത് സർവേ ഈസ് ബീയിങ് കണ്ടക്റ്റഡ്. ദേ visit houses in the order of their numbers. They reach Minha's home and the house number is 296. Write the numbers of the houses they are going to visit next in the correct order. You can also color the houses. അതായത് ആരോഗ്യ സർവേ നടക്കുകയാണ്. വീട്ടു നമ്പർ ക്രമത്തിലാണ് സർവേ. അവർ മിൻഹയുടെ വീട്ടിലെത്തി. അവളുടെ വീട്ടു നമ്പർ എത്രയാണ്? 296. തുടർന്ന് സർവേ നടത്തിയ വീടുകളിൽ നമ്പർ ക്രമമായി എഴുതൂ. വീടുകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം കൂടി കൊടുക്കാട്ടോ. അപ്പോൾ മിൻഹൻ്റെ വീട് എത്രയാണ്? 296 അല്ലേ? അപ്പോൾ അടുത്തടുത്തുള്ള വീടുകൾക്കൊക്കെ നമ്പേഴ്സ് നിങ്ങൾ കൊടുക്കുക. തൊട്ട് താഴെയുള്ള വീടിന് 295 അല്ലേ വരുന്നത്. അപ്പോൾ മിൻഹയുടെ വീടിന് 296. നെക്സ്റ്റ് നമുക്ക് 297 കൊടുക്കാം. പിന്നെ 298, 299, 300, 301, 302, 303, 304, 305, 306, 307, 308, 309, 310, 311 ആ ക്രമത്തിൽ അങ്ങനെ കൊടുത്തു പോകാം കേട്ടോ. നെക്സ്റ്റ് പേജ് നമ്പർ 24, അതായത് പെൻസിലിൻ്റെ വില. പ്രൈസ് ഓഫ് പെൻസിൽസ്. Anay bought a box of pencils from the factory where Minha's father's shop. The price was Rs 300. In what denominations would we have given the following notes and coins? അതായത് മിൻഹയുടെ അച്ഛൻ്റെ കമ്പനിയിൽ നിന്ന് അനയ് ഒരു പെട്ടി പെൻസിൽ വാങ്ങി. 300 രൂപയാണ് ഒരു പെട്ടി പെൻസിലിൻ്റെ വില. ഏതൊക്കെ രീതിയിലായിരിക്കും നോട്ടുകൾ കൊടുത്തിട്ടുണ്ടാവുക? അനയ് കൊടുത്ത നോട്ടുകളൊന്ന് നോക്കുക. 100ൻ്റെതുണ്ട്, 20ൻ്റെതുണ്ട്, 50ൻ്റെതുണ്ട്, അതുപോലെ 10 ഉണ്ട്, 200 ഉണ്ട്, 500 ഉണ്ട്, 2 രൂപ, 1 രൂപ, 5 രൂപേൻ്റെ നാണയങ്ങളുണ്ട്, കോയിൻസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഹൗ ഐ കാൽക്കുലേറ്റഡ്, ഞാൻ കണക്കാക്കിയ രീതി. എത്രയാണ് വേണ്ടത്? 300 രൂപയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങളാണെങ്കിൽ എങ്ങനെ കൊടുക്കും? ഒരു 100 കൊടുക്കുക അല്ലേ? ഒരു 100 കൊടുക്കുക, ഒരു 200 കൊടുക്കുക. അപ്പോൾ എത്രയായി? 300 ആയില്ലേ? ഇനി ഹൗ മൈ ഫ്രണ്ട് കാൽക്കുലേറ്റഡ്. ഇപ്പോൾ ഫസ്റ്റ് ബോക്സിൽ എന്താ എഴുതണം? 100 + 200 = 300 എന്ന് ഫസ്റ്റ് ബോക്സിൽ എഴുതുക. ഹൗ ഐ കാൽക്കുലേറ്റഡ്, ഞാൻ കണക്കാക്കിയ രീതി എന്നുള്ള ബോക്സിൽ. ഫ്രണ്ട് കാൽക്കുലേറ്റഡ്, ചങ്ങാതി കണക്കാക്കിയ രീതി എന്നുള്ളത് നമുക്ക് എത്ര കൊടുക്കാം? 500 കൊടുക്കാം അല്ലേ? 500 കൊടുത്താൽ ബാക്കി എത്ര കിട്ടും? 5ന്ന് 300 പോയാൽ, 500ന്ന് 300 പോയാൽ എത്ര കിട്ടും? 200 അല്ലേ? അപ്പോൾ അത് തിരിച്ചു വാങ്ങാം. അടുത്തത്, ഇഫ് ഈച്ച് നോട്ട് ആൻഡ് കോയിൻ ഇൻ ദ പിക്ചർ ഈസ് ടേക്കൺ ടുഗദർ ഹൗ മച്ച് റുപ്പീസ് വുഡ് ഇറ്റ് ബി. ചിത്രത്തിൽ നൽകിയ എല്ലാ നോട്ടുകളും നാണയങ്ങളും ഓരോന്ന് വീതം ചേർന്നാൽ എത്ര രൂപയാകും? അപ്പോൾ നമ്മൾ ഈ ബോക്സിൽ എങ്ങനെ എഴുതണം? 100 + 20 + 50 + 10 + 200 + 500 + 5 + 2 + 1 അങ്ങനെയല്ല എഴുതണ്ടേ? അപ്പോൾ 100ഉം 500ഉം എത്രയായി? 600 ആയി. പിന്നെ ഒരു 200 ആകുമ്പോൾ 800 ആയി. പിന്നെ 50 പ്ലസ് ചെയ്യുമ്പോൾ 850, 870, 880, 885, 87, 88, 888 ആയി അല്ലേ? ക്യാൻ യു ഡ്രോ ഇറ്റ് ഇൻ ദ അബാക്കസ്. ഈ സംഖ്യ അബാക്കസിൽ വരച്ച് കാണിക്കാമോ എന്ന്. 100, 10, 1 അങ്ങനെയാണ് ഉള്ളത്. 100, 10, 1. അപ്പോൾ 888 ആകുമ്പോൾ 100ൻ്റെ സ്ഥാനത്ത് 8 മുത്തുകൾ നമ്മൾ എഴുതാം. 8 100 ആണെന്നുള്ള നിലക്ക്. പിന്നെ 10സിൻ്റെതും 8 എണ്ണം എഴുതാം. 1സിൻ്റെതോ അതും 8 എണ്ണം അല്ലേ? 888 അല്ലേ വന്നിട്ടുള്ളത്? 888 വന്നപ്പോൾ 3 ഈ ലൈനിലും നമുക്ക് 8 ബോൾസ് കൊടുക്കാം. 8 റോളായിട്ട് എഴുതി കൊടുക്കാം കേട്ടോ, മുത്തുകൾ കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്ത പേജിൽ തന്നിട്ടുള്ളത്. 100, 10, 1 അങ്ങനെ തന്നിട്ടുണ്ട്. ഇപ്പോൾ 100 എത്ര എണ്ണം ഉണ്ട്? 100, 2 അല്ലേ? അപ്പോൾ 2. പിന്നെ 10 എത്ര എണ്ണം ഉണ്ട്? 2, 4, 6, 1, 3. അപ്പോൾ എത്രയാണ്? 263. ഓക്കെ. അപ്പോൾ അബാക്കസിൽ ഏത് സംഖ്യയാണ്? വാട്ട് ഈസ് ദ നമ്പർ ഷോൺ ഇൻ ദ അബാക്കസ്?
അപ്പോൾ ഈ ബോക്സിൽ എന്തെഴുതുക? 263. അടുത്തതോ 100ൽ 3 ഉണ്ട്, 10സിൽ ഒന്നുമില്ല, 0 ആണ്, 1ലാണെങ്കിൽ 1 ഉണ്ട്. അപ്പോൾ വാട്ട് ഈസ് ദ നമ്പർ? 301 അല്ലേ? 301. അടുത്തത് ഡ്രോ ബീഡ്സ് ടു ഷോ എനി നമ്പർ യു ലൈക്ക് ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. മുത്തുകൾ വരച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഖ്യ ഉണ്ടാക്കുക. ഫസ്റ്റത്തേൽ ഒരു 4 മുത്ത് വരയ്ക്കുക, സെക്കൻഡത്തെ 2, പിന്നെ തേർഡത്തേൽ ഒരു 6 എണ്ണാണെങ്കിൽ 4 2 6 അങ്ങനെ താഴെ എഴുതാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് കേട്ടോ. പിന്നെ ഡ്രോ ബീഡ്സ് ടു മേക്ക് ഇറ്റ് 764 ഇൻ ദിസ് പിക്ചർ. പിന്നെ ഒരു പിക്ചറിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 764 എങ്ങനെയാണ് നിങ്ങൾ അബാക്കസിൽ ചെയ്യുക? ഫസ്റ്റത്തെ ലൈനിൽ 7 മുത്തുകൾ വരയ്ക്കുക, സെക്കൻഡത്തേൽ 6 മുത്തുകൾ വരയ്ക്കുക, തേർഡത്തേൽ 4 മുത്തുകൾ കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ചെക്കിൽ എഴുതാം. ലുക്ക് അറ്റ് ദ ചെക്ക് മിൻഹാസ് ഫാദർ റോട്ട്. ദ എമൗണ്ട് ഈസ് റിട്ടൺ ഓൺലി വേർഡ്സ്. റൈറ്റ് ഇറ്റ് ആസ് എ നമ്പർ. മിൻഹയുടെ അച്ഛൻ്റെ കയ്യിലുള്ള ചെക്ക് നോക്കൂ. സംഖ്യ അക്ഷരത്തിൽ മാത്രമാണ് എഴുതിയത്. അത് അക്കത്തിൽ എഴുതാൻ, അക്ഷരത്തിൽ മാത്രമാണ് എഴുതിയിട്ടുള്ളത്. അത് അക്കത്തിൽ എഴുതണം. അപ്പോൾ എങ്ങനെയാണ്? പേ രാഘവൻ റുപ്പീസ് എത്രയാണ്? 1000. അപ്പോൾ നമ്മൾ താഴെ അക്കത്തിൽ എഴുതണം. 1000 1000 അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ 1000 നമ്മൾ അവിടെ എഴുതി കൊടുക്കുക കേട്ടോ. അടുത്തതായിട്ട് വരുന്നത് പട്ടിക പൂരിപ്പിക്കാനാണ്. കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പം 125 1 2 5 ഉണ്ട്. അപ്പോൾ 1s 10s 100 അങ്ങനെ ബാക്കോട്ട് എണ്ണാം. ഫസ്റ്റ് 5 അല്ലേ? 5 ആണ് 1s, 2 പറയുന്നത് 10s, 1 എന്ന് പറയുന്നത് 100. അപ്പോൾ 125. അപ്പോൾ നമ്മൾ ഇൻ വേർഡ്സ് എന്നുള്ള സ്ഥലത്ത് അക്ഷരത്തിൽ എന്തെഴുതണം? 125. അതായത് 125 എഴുതാം. അടുത്തത് ഇൻ വേർഡ്സിലാണ് തന്നിട്ടുള്ളത്, അക്ഷരത്തിലാണ് തന്നിട്ടുള്ളത്. 405 അതായത് 405. അങ്ങനെ പറയുമ്പോൾ 405 എന്ന് എഴുതുക. പിന്നെ 890 അതായത് 890, അത് 890 എന്ന് എഴുതി കൊടുക്കാം. പിന്നെ 342. അപ്പോൾ 300 എന്ന് പറയുമ്പോൾ 3 എഴുതാം. 42 പറയുമ്പോൾ 42 42 എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ 1s 10s 100 3 ഡിജിറ്റുള്ള നമ്പേഴ്സാണ് നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അടുത്തത് ബാങ്ക് ഡെപ്പോസിറ്റ്. ലുക്ക് അറ്റ് ദ പേ ഇൻ സ്ലിപ്പ് ഓഫ് എ ബാങ്ക്. വി ഹാവ് ടു റൈറ്റ് ദ നമ്പർ ഓഫ് നോട്ട്സ് ഓഫ് ഈച്ച് ഡെനോമിനേഷൻ ആൻഡ് ദ ടോട്ടൽ എമൗണ്ട്. അതായത് ബാങ്കിൽ പണം നിക്ഷേപിക്കാനുള്ള സ്ലിപ്പ് നോക്കൂ. ബാങ്കിൽ കൊടുക്കുന്ന നോട്ടുകളുടെ എണ്ണവും ആകെ തുകയും അതിലെഴുതണം. മിൻഹാസ് ഫാദർ ഗേവ് 6 notes ടു ഡെപ്പോസിറ്റ് ഇറ്റ് 800 rupees. അതായത് മിൻഹയുടെ അച്ഛൻ 800 രൂപ അടയ്ക്കാൻ 6 നോട്ടുകളാണ് ബാങ്കിൽ കൊടുത്തത്. വാട്ട് നോട്ട്സ് വുഡ് ഹി ഹാവ് ഗിവൺ? ഏതൊക്കെ നോട്ടായിരിക്കും മിൻഹയുടെ അച്ഛൻ കൊടുത്തിട്ടുണ്ടാവുക? 800 രൂപയാണ് വേണ്ടത് അല്ലേ? 800 രൂപ അടയ്ക്കാൻ 6 നോട്ടുകളാണ് കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെ നോട്ടാണെന്ന് നമ്മൾ ഇവിടെ എഴുതാം. 800 രൂപക്ക് നമ്മൾ എങ്ങനെ എഴുതാം? ഒരു 500 രൂപേൻ്റെത് 1 എഴുതാം. 500ൻ്റെ അടുത്ത് 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ 500 ആയി. പിന്നെ വേണമെങ്കിൽ നമുക്കൊരു 200ൻ്റെ നേരെ 1 ഇട്ട് കൊടുക്കാം. അപ്പോൾ 500ഉം 200ഉം എത്രയായി? 700 ആയി. പിന്നെ നമുക്ക് ഒന്നെങ്കിൽ 100ൻ്റെ അടുത്ത് 1 ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ 50ൻ്റെ അടുത്ത് 2 ഇട്ട് കൊടുക്കാം. അപ്പോൾ 100ഉം കൂടെ ആകുമ്പോൾ 800 ആയി അല്ലേ? ഓക്കെ അല്ലേ? പിന്നെ അടുത്തതായിട്ട് നമ്പർ ഓഫ് നോട്ട്സ്. ഐ ഹാവ് 370 rupees remaining. The number of notes is the sum of the digits of this number. What notes do I have and how many of each? അതായത് നോട്ടുകളുടെ എണ്ണം. എൻ്റെ കൈവശം 370 രൂപ ബാക്കിയുണ്ട്. ഇതിലെ അക്കങ്ങളുടെ തുകക്ക് തുല്യമായ എണ്ണം നോട്ടുകളാണ് ഉള്ളത്. ഏതൊക്കെ നോട്ടുകൾ വീതം ഉണ്ടാകും? ഇതിലെ അക്കങ്ങളുടെ തുകയ്ക്ക് തുല്യമായ എണ്ണം നോട്ടുകളാണുള്ളത്. അക്കങ്ങളുടെ തുകയ്ക്ക് എന്ന് പറയുമ്പോൾ 370 അല്ലേ? 3 0 1s ഉണ്ട്. അക്കങ്ങളോട് എന്ന് പറയുമ്പോൾ 1s 10s 100s അങ്ങനെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ 1സിൻ്റെ സ്ഥാനത്ത് എത്രയാണുള്ളത്? 0 അല്ലേ? അപ്പോൾ 0 1s ആണുള്ളത്. പിന്നെ 10സിൻ്റെ സ്ഥാനത്ത് എത്രയാണുള്ളത്? 7. അപ്പം 7
ടെൻസ് ഉണ്ട്, 7 10 രൂപയുണ്ട്, 3 ഹൺഡ്രഡ്സ് ഉണ്ട്. അപ്പോൾ 3 ഹൺഡ്രഡ്സ്, 7 ടെൻസ്, 0 വൺസ്. 0 വൺസ് എഴുതണമെന്നില്ല. 3 ഹൺഡ്രഡ്സും 7 ടെൻസും ആണ് ഉള്ളത് അല്ലേ. അടുത്തതായിട്ട് സം 10. ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് 109 ഈസ് 1 + 0 + 9 = 10. അതായത് 109 എന്ന സംഖ്യയിലെ അക്കങ്ങളുടെ തുക കൂട്ടി നോക്കുക. 109 എന്ന് പറഞ്ഞ സംഖ്യയിൽ 1 ഉണ്ട്, 0 ഉണ്ട്, 9 ഉണ്ട്, 1 ഉണ്ട്, 0 ഉണ്ട്, 9 ഉണ്ട്. അത് മൂന്നും കൂടെ കൂട്ടി നോക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 10 ആണല്ലേ. 1 + 0 പറഞ്ഞാൽ 1 തന്നെ, അതിനോട് 9 കൂട്ടിയാൽ 10 അല്ലേ. ഇനി 118 എന്ന സംഖ്യയിലെ അക്കങ്ങളുടെ തുക എത്രയാണ്? 1 + 1 + 8, അതായത് 1ഉം 1ഉം 2, 2ഉം 8ഉം 10. അതുപോലെ മറ്റൊരു സംഖ്യ 127 ആണല്ലോ. അനദർ നമ്പർ ഈസ് 127, isn't it? അതായത് 127, 127, 1ഉം 2ഉം എത്രയായി? 1 + 2 3 ആയി, 3 + 7 എത്രയായി? 10 തന്നെ അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ പറയുന്നുള്ളൂ കേട്ടോ. ചെറിയൊരു വീഡിയോ ആണ്. 23, 24, 25, 26 ഈ 4 പേജിലെ വർക്കുകളാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കുക, ശ്രദ്ധിച്ച് ചെയ്യുക. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ മടിക്കരുത് കേട്ടോ. ഏത് സമയത്തും റിപ്ലൈ കിട്ടുന്നതാണ്. അപ്പോൾ മിസ്സ് അടുത്ത വീഡിയോ ആയിട്ട് ബാക്കി വർക്കുകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ.